എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, ഇന്നത്തെ ദിവസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം ബസ്സിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ദീപക് എന്ന് പറയുന്ന ഒരാൾ മരിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിനകത്ത് ശരിയും തെറ്റിനെയും വിലയിരുത്താൻ ഞാൻ ആരുമല്ല. ഒന്ന്, ആത്മഹത്യകൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ തെറ്റ് ചെയ്തവർ വലിയ രീതിയിൽ പ്രശ്നം വരും എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തെറ്റ് ചെയ്യാതെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുന്ന മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കാരണം എനിക്കിവിടെ ഈ വിഷയത്തിന്മേൽ സംസാരിക്കാനുണ്ടായ സാഹചര്യവും കാരണങ്ങളും പറഞ്ഞുതരാം. ഞാനൊരു 6-7 വർഷം മുമ്പ് ഇതേപോലെ തന്നെ കല്ലട ബസ്സിൽ എനിക്കൊരു ഇൻസിഡൻസ് ഉണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതൊരു രാത്രി സമയമായിരുന്നു. ഇതേപോലെ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് എനിക്ക് എന്റെ ശരീരത്തിലേക്ക് സ്പർശിക്കുകയും വണ്ടിക്കുള്ളിലൊക്കെ ഇരുട്ടായിരുന്ന സാഹചര്യമായിരുന്നു ആ സമയം. ഞാനത് എന്റെ ദേഹത്ത് തൊടുന്ന കൈയോടെ പിടിച്ചത് കൊണ്ടാണ് ആ ആളിനെ പോലും എനിക്ക് പിടിക്കാനും അയാൾക്കെതിരെ പ്രതികരിക്കാനും പറ്റിയത്. ആ പ്രതികരണ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കുക, ലൈവ് ഇടുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ആ സമയം എന്ന് പറയുന്നത് എന്റെ ബോഡിയിൽ വരുന്ന ആ ഒരു ഇമോഷൻ, ആ ഒരു എന്താ പറയാ, ആ ഒരു അബ്യൂസിനെ ഞാൻ തടുക്കുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഞാൻ വാക്കുകൊണ്ടാണെങ്കിലും എന്റെ ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ ഞാൻ റിയാക്ട് ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സന്ദർഭം ഉണ്ടായ സമയത്തുണ്ടായത്. ഏതൊരു മനുഷ്യനും പ്രതികരിക്കണം എന്ന് തോന്നുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് വേറെ പ്രത്യേകിച്ച് സൈക്കോളജി ഒന്നും അതിനകത്ത് ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ല. എന്റെ അറിവിൽ അതിനെ എനിക്ക് നിസാരവൽക്കരിക്കാനും പറ്റത്തില്ല. കാരണം അത്തരത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ നമ്മളെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് നമുക്കുണ്ടാകുന്ന ആ ഒരു അൺകംഫർട്ടബിലിറ്റി അനുസരിച്ചാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നത്തെ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ സംസാരിക്കുന്ന സമയത്തൊന്നും ഒരു ഇതിനെയും സംരക്ഷിച്ചിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്റെ സിറ്റുവേഷൻ, എന്റെ ഫീലിങ്സ്, എന്റെ അവസ്ഥകളാണ് ഞാൻ പറയുന്നത്. അത്രമാത്രം ഇന്നും അതിനെ പറ്റിയിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നം എനിക്കുണ്ട്. ഇപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന അബ്യൂസേഴ്സ് മരണപ്പെട്ടെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അവര് ഇതാക്കിയെന്ന് പറഞ്ഞാലോ അവർക്ക് അവരുടെ മാനസിക നില തെറ്റിയെന്ന് പറഞ്ഞാലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം മാറ്ററേ ഇല്ല. അതേസമയം ഒരു ഈ ബസ്സിനകത്തുണ്ടായ വിഷയത്തെ ഞാൻ എങ്ങനെ കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കിപ്പം ഈ സ്ത്രീ അനുഭവിച്ച ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ലായിരുന്നു അത്. കാരണം നമ്മളെ ബോഡിയിലേക്ക് അത്തരത്തിൽ ഒരു ടച്ച് വരുന്ന സമയത്ത് അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യാതെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. മീൻസ് അത് വെച്ച് എങ്ങനെ വീഡിയോ, ആ ഒരു എന്താ പറയാ, അബ്യൂസിങ് എങ്ങനെ വീഡിയോ എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതിലുണ്ടായിരിക്കുന്ന വിഷയത്തില് അത് കാണുന്നവർ പലതരത്തിൽ പറയുന്നവരുണ്ട്. വസ്തുതകൾ ഒരു സ്ലോമോയിൽ കാണുന്ന സമയത്ത് അയാളുടെ കൈ തട്ടുന്നതും രണ്ടാമത് റിപ്പീറ്റ് തട്ടുന്നതും കാണുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് അവിടെ നിന്നൊരു മാറൽ, അല്ലെങ്കിൽ ഇവർക്കൊരു അൺകംഫർട്ടബിൾ ഉണ്ടായ സമയത്തെ അവിടെ നിന്ന് മാറാതെ അവിടേക്ക് തന്നെ തൂങ്ങി നിൽക്കാൻ എങ്ങനെ തോന്നി എന്നുള്ളതാണ്. അതെങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. എനിക്ക് അങ്ങനെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കുണ്ടായ അനുഭവത്തെ എനിക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. നമുക്കൊക്കെ ഉണ്ടായിരിക്കുന്ന പല അനുഭവങ്ങളും, പല സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കുന്ന ജനുവനായിട്ടുള്ള അനുഭവങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ, നിനക്ക് ഇനിയിപ്പോ ഞാൻ ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ നിനക്കുണ്ടായത് ജനുവിന്, അവക്കുണ്ടായതല്ല, നീയും വൈറലാവാൻ വേണ്ടി, നീയും റീച്ചിന് വേണ്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങ കൊലയുമല്ല. അത് പറയുന്ന ആളുകളുടെ അടുത്താണ് പറയുന്നത്. ഇൻബോക്സിൽ 1-2 ആൾക്കാർ വന്ന് അത് പറഞ്ഞു. എന്റെ ആത്മാഭിമാനം, എന്റെ മാനം, എന്റെ ശരീരം എന്നൊക്കെ പറയുന്നത് റീച്ചിന് വേണ്ടിയിട്ടുള്ള ഉപകരണം അല്ല. ഓക്കെ, എനിക്ക് കുടുംബമുണ്ട്, മകനുണ്ട്, ചുറ്റുപാടുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, ഇതൊന്നും എന്റെ ടൂളും അല്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാൻ സംരക്ഷിക്കപ്പെടുന്നത് തന്നെയാണ്. അത് ഞാൻ എന്റെ ആത്മബോധത്തിൽ പറയുന്നതാണ്. പാതിവൃത്യം പറഞ്ഞു വലിയ മറ്റവളായിട്ടൊന്നും സംസാരിക്കണമെന്നല്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളും തന്നെയാണ്. അപ്പോ ഇത്തരത്തിൽ ഒരു സ്ത്രീ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ത്രീയെ ഒരു സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്ത്രീ ഇനി നാളെ ഒരു ആത്മഹത്യ ചെയ്ത് കാണുന്നത്
ഇതിനെ പറ്റിയിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, തെറ്റെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്കറിയില്ല ഇവരൊക്കെ ആര് എന്ത് ചെയ്യും എന്നുള്ളത്. ഇവിടുത്തെ സത്യസന്ധമായിട്ടുള്ള ജനുവിനായിട്ടുള്ള കേസിനെ പോലും അതിനെ വളരെ ത്വരിതപ്പെടുത്തുന്നത്, എന്താ പറയാ, ഒന്നുമില്ലാതാക്കുന്ന രീതിയിലാണ് ഇത്തരം സ്ത്രീകളുടെ പെരുമാറ്റം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടത്തെ ഈ ഞരമ്പന്മാരെ വെളുപ്പിക്കുന്ന ഒരു സംവിധാനം ഇപ്പൊ ഈ ഒരു കേസിന്മേൽ കുറെ ആളുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ കമ്മീഷൻ എന്തോ മെൻസ് കമ്മീഷൻ അത് ഇത് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പല കേസുകളെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. മെൻസ് കമ്മീഷൻ എടുക്കുന്നതിൽ പ്രശ്നമില്ല. ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് വുമൻസ് കമ്മീഷൻ ഉള്ളതുപോലെ മെൻസ് കമ്മീഷനും എടുത്തോളൂ, പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തോളൂ. പക്ഷെ ഈ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാര് വസ്തുതയുള്ള ആളുകളാണോ എന്നുള്ളത് ദീപകിന്റെ വിഷയത്തിലൊക്കെ എടുത്ത പോലത്തെ സ്റ്റാൻഡ് ആയിരിക്കണം. അല്ലാതെ സവാദിന് പോയി പൂമാല ഇട്ടത് മാതിരിയും അതേപോലെ തന്നെ മറ്റ് വിഷയത്തിലൊക്കെ പല ആളുകളുടെയും പ്രതികരണം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്നുള്ളത് ആവരുത് ഒരിക്കലും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദയവേത് ഇങ്ങനത്തെ പരിപാടികൾക്ക് നിങ്ങളായിട്ട് ഇറങ്ങുമ്പോൾ തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ, നിങ്ങളെ നിരപരാധിത്വം നിങ്ങൾ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, ഏത് മനുഷ്യരോ ആയിക്കോട്ടെ, എല്ലാ മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സ്ത്രീകൾ മാത്രമൊന്നുമല്ല ഇത്തരത്തിലുള്ള അബ്യൂസിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ, LGBT മനുഷ്യർ, പുരുഷന്മാരും ഒക്കെ ഇത്തരത്തിലുള്ള ഞരമ്പന്മാരുടെ കഴപ്പന്മാരുടെ ഒക്കെ പ്രശ്നത്തിൽ വരാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇത്തരത്തിലുള്ള എന്ന് പറയുന്നത് ഞാൻ സവാദിനെയൊക്കെ പോലുള്ള ആളുകളെ പറ്റിയിട്ടാണ് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് നേരെ ഉണ്ടായ അബ്യൂസിങ് സംഭവിച്ച ആളുകൾക്കെതിരെയൊക്കെയാണ് ഞാൻ കൃത്യമായിട്ട് ഇത് പറയുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടിട്ടാണ്. അപ്പൊ എല്ലാ കേസിനെയും മൂട് താങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വെളുപ്പിക്കൽ നാടകമായിട്ടൊന്നും ദയവ് ചെയ്ത് അങ്ങനെയുള്ള കമ്മീഷൻസ് ആയിക്കോട്ടെ, ചില ആളുകൾ ഇതിനെ വലിയ രീതിയിൽ എത്രയോ പുരുഷ വ്ളോഗേഴ്സ് ഈ വിഷയത്തിലൊക്കെ ഒരുപാട് സംസാരിച്ചിരിക്കുന്നു. എത്രയോ സ്ത്രീകൾ ഇതുപോലെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയൊന്നും ഇവരൊന്നും അധികം കണ്ടിട്ടൊന്നുമില്ല. അതൊരു വസ്തുതയും കൂടിയാണ് കേട്ടോ. കാരണം കിട്ടിയ ഈ സമയം സ്ത്രീകൾ ഇനി അനങ്ങരുത്, മിണ്ടരുത്, ചെയ്യരുത് എന്നുള്ള ഒരു സാധനം കൂടിയാണ് അതിന്റെ ഇടയിൽ വന്നത്. അതിന് ആ പെൺകുട്ടിക്കെതിരെ തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം നാളെ ശരിക്കും പ്രതികരിക്കേണ്ട പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും കൂടിയാണ് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങുകളും കൂടി ഉണ്ടാവുന്നത്. ഇന്ന് ആ സ്ത്രീ അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏത് സമയത്ത് ആ സ്ത്രീക്ക് തോന്നി എന്ത് വികാരത്തിന്റെ പുറത്താണെന്നുള്ളത് അറിയില്ല. പക്ഷെ ആ ഡിസിഷൻ റോങ് ആയിരുന്നു ആ സ്ത്രീ ചെയ്തത്. അത് വളരെ കൃത്യമായിട്ട് പറയണമെന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ദയവ് ചെയ്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഒരു ഇൻസിഡന്റ് ഉണ്ടാവുക, ഈ ഒരു സമയം അങ്ങനെയുള്ള ഞരമ്പന്മാർ ഈ സമൂഹത്തിലുണ്ട്. ഈ ബസ്സിനുള്ളിലൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്ന ഞരമ്പന്മാരുണ്ട്. ഇവർക്ക് ഇവിടെ മാത്രമാണ് സന്തോഷവും ഫീലിങ്സും മറ്റേ വികാരവും ഒക്കെ കിട്ടുന്നത്. അപ്പൊ അത്തരം മനുഷ്യരെ തിരിച്ചറിയണം. അത്തരം മനുഷ്യരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പ്രതികരിക്കണം. നാളെ ഈ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു മാനസികാവസ്ഥ, ഈ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് വേറുള്ള ആളുകൾക്ക് ഉണ്ടാവരുത്. ഈ സ്ത്രീ ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ സംഭവം. അത് കാരണം അവർ ചെയ്തത് കൊണ്ടിട്ട്. പക്ഷെ മറ്റുള്ള പെൺകുട്ടികൾ നാളെ ഇത് കണ്ടിട്ട് വീണ്ടും ഞാൻ പറയാണ്, അതിനെതിരെ മിണ്ടാതിരുന്നതാണ്. കാരണം ഇവിടത്തെ ഒരു സർക്കിൾ ഓഫ് മനുഷ്യര് ഇതിനെ നിസാരവൽക്കരിച്ച് ഈ വിഷയത്തെ പെണ്ണുങ്ങൾക്കെതിരെ ഒരു ആയുധമാക്കിയും കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് നടിച്ചു പോകരുത്. ഇതും കൂടി എനിക്ക് ഈ വിഷയത്തിൽ പറയണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഫൈനലി ഞാൻ പറയാണ്, എന്താ പറയാ, ഈ ആത്മഹത്യ ചെയ്ത ദീപകിന് നിത്യശാന്തി നേരെയാണ്. അതുപോലെ അവരുടെ കുടുംബത്തിന് ഇത് സർവൈവ് ചെയ്ത് വരാനുള്ള ഒരു മനക്കരുത്ത് അവർക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പറയാണ്. ഈ ഒരു വിഷയം സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇതെന്റെ അടുത്ത് ഒരുപാട് മനുഷ്യർ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിച്ചത്. കുറെ അധികം മാധ്യമങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാനെന്നുള്ളൊരു കണ്ടീഷനല്ലായിരുന്നു, തിരക്കുകളിലായിരുന്നു. മാത്രമല്ല അത്തരം ചർച്ചകളിൽ വന്നിരുന്ന ഈ വിഷയത്തെ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. എനിക്ക് പറയാനുള്ള വിഷയങ്ങളാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്പേസിൽ സംസാരിച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.